ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ വീട് കണ്ടുപിടിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആദ്യം തന്നെ അതിന് ഹാറ്റ്സ് ഓഫ്. കാര്യം കയറുമ്പം ഒന്ന് വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ അകത്ത് കയറി വന്നപ്പം വണ്ടറടിച്ചു കേട്ടോ. ചോദിച്ചോ പറയാം 2 വർഷം ഇനി എടുക്കും ഇനി പൂർത്തീകരിക്കാണ്. ഇത് നമ്മുടെ ഒരു പ്രോജക്റ്റാണ്. ഞാൻ എപ്പോഴും പറഞ്ഞത് തന്നെ, വീണ്ടും വീണ്ടും പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ബോറാവുന്നതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ വേറെയാണ്, കുഴപ്പമില്ല. ഓക്കെ, ഇത് നമ്മുടെ ഒരു പ്രോജക്റ്റാണ്, ഒരു വൺ ലൈഫ് എന്നുള്ള പ്രോജക്റ്റാണ്. ഞാനും നമ്മുടെ അനു കൂടെയാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്, അനു ജോസഫായിട്ട്. അപ്പം സോ നമുക്ക് ഇൻ്റർവ്യൂവിലോട്ട് പോവാം അല്ലേ? എന്നെ ഇടിക്കരുത് ദയവ് ചെയ്ത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാര്യം ആ ഷോ കഴിഞ്ഞതിന് ശേഷം അസി റോക്കി എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ റോക്കി ബോയ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. കാര്യം നിങ്ങളൊരു പാവ മനുഷ്യനാണ്, അതെനിക്ക് മനസ്സിലായത്. കാര്യം അതെന്ത് സന്ദർഭത്തിലായിരിക്കാം ആ ഒരു മൂമെൻറ്റിൽ അത് തന്നെ ആദ്യം ചോദിക്കാം. ആ ഒരു ഇടി എന്ന് പറയുന്നത്, കാര്യം ഈ സീസൺ 6 വരെ 5 വരെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. 6-ൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഒന്നാമത് സിജോ എന്ന് പറഞ്ഞ ആ ഒരു കോ കണ്ടസ്റ്റൻറ്റിന് ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് എന്തൊക്കെയോ സർജറിയൊക്കെ വേണം. ആ സമയത്താണ് സംഭവിച്ചത്. എന്ത് പ്രചോദനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് ഒരു ഉള്ളിൽ എന്തിൽ വന്നപ്പോഴാണ് ആ സംഭവം ചെയ്യാൻ തോന്നിയത്? സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ഇന്നും വരെ കിട്ടിയിട്ടില്ല. അറിയത്തില്ല. ഞാൻ ആ ഒരു ആക്ട് എങ്ങനെയാണ് സംഭവിച്ചു പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കില്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം. സാഹചര്യം അല്ലേ, സാഹചര്യങ്ങളാണ് നമ്മളെ പലതിലും കൊണ്ടെത്തിക്കുന്നത്. സിറ്റുവേഷൻ ആണ് നമ്മളെ ഓരോ കാര്യത്തിനും സിറ്റുവേഷൻ ഡിപ്പെൻഡഡ് ആയിരിക്കും പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആ സിറ്റുവേഷനിൽ എനിക്ക് പിന്നെ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. ഞാൻ ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടില്ല ലൈഫിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതിന് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. അത് ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുന്നുമില്ല. അത് തെറ്റ് തന്നെയാണ്. നമ്മളൊരാളിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മളെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന സംഭവം അല്ലേ. പേഴ്സണൽ സ്പേസ് ഒരാളിൻ്റെ മൂക്കിൻ്റെ തുമ്പ് വരെയുള്ളൂ പേഴ്സണൽ സ്പേസ്. നമുക്ക് ഇതുവരെ പോവാം, ഇത്ര ഇവിടെ ആവല്ലോ, ഇവിടെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, തുടല്ലോ. സോ അത് ആ പേഴ്സണൽ സ്പേസ്, എൻ്റെ പേഴ്സണൽ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ വന്നില്ലേ ഈ കാമ്പൗണ്ട്, അപ്പോൾ ആ കാമ്പൗണ്ടിൻ്റെ വെളിയിൽ വന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചു. അപ്പോൾ ഗേറ്റ് തുറന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാമായിരുന്നു. അപ്പം നിങ്ങൾ വിളിച്ചു അല്ലേ, അത് മര്യാദയല്ല, വിളിച്ചിട്ടാണ് കയറിയത്. അതെ, അപ്പം നിങ്ങൾ വിളിച്ചിട്ടാണ് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കോമൺ സെൻസ് അല്ലേ, ഒരു മനുഷ്യന് കോമൺ സെൻസ് വേണം. അപ്പം നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള നമുക്കൊരു ചിന്താഗതി ഉണ്ടല്ലോ. അതുപോലെ സംഭവിച്ച് ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റും കണ്ടസ്റ്റൻ്റ് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു അവിടെ. ഓക്കെ, അങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കും അത് മാത്രമല്ല 2 പ്രാവശ്യമാണ് പുള്ളിക്കാരൻ എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തത്. 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം എൻ്റെ താടിയിൽ പിടിച്ച്, ഒരു പ്രാവശ്യം അത് കണ്ടപ്പോൾ വലിയ ഒരു ഫെദർ ടച്ച് ആയിട്ടാണ് തോന്നിയത്. ഫെദർ ടച്ച് ആയിരുന്നാലും ശരി, ഹെവി ടച്ച് ആയിരുന്നാലും ശരി, എനിക്കത് ഇഷ്ടമില്ല. ഓക്കെ, ഇഷ്ടമില്ലാതെ ഞാൻ അടുത്ത കാര്യം വേറെ ആൾ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ പറയും അതെനിക്ക് ഇഷ്ടമല്ല, ഇനി ചെയ്യരുത്. ഒരു പ്രാവശ്യം ചെയ്തല്ലോ, ഓക്കെ, ഇനി ചെയ്യരുത്. അത് ആ പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ തന്നെ ഇതിനു മുമ്പ് പിന്നെ ജിൻഡോയായിട്ടൊരു പ്രോബ്ലം ഉണ്ടായപ്പോഴും ജിൻഡോയെയും പ്രൊവോക്ക് ചെയ്തത് ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് പ്രൊവോക്ക് ചെയ്തത്. പക്ഷേ ജിൻഡോ പ്രതികരിച്ചില്ല. എല്ലാവരും അങ്ങനെ അല്ലല്ലോ, എല്ലാവരും അങ്ങനെ അല്ലല്ലോ. കാര്യം ആൾക്കാർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും കളർ, ഇത്രയും കാർ, ഇത്രയും വണ്ടി, ബൈക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായത്. അതുപോലെ മനുഷ്യനും ഡിഫറെൻ്റ് ആണ്. എല്ലാവരെയും നമ്മൾ ഒരേ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യല്ലോ അല്ലേ. അപ്പം അതും റോങ് ആണ്. കണ്ടസ്റ്റന്റ് ആകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലേ, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ക്യാരക്ടർ അല്ലേ. കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നതിനേക്കാളും കണ്ടസ്റ്റന്റ് ഓക്കെ, നമ്മൾ ഒരു ഓട്ടം മത്സരിച്ച് പോകുന്നു, എല്ലാവരും കണ്ടസ്റ്റന്റ് ആണ്, എല്ലാവരും ഓടുന്നവരാണ്. പക്ഷെ എല്ലാവർക്കും ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരിക്കും തീർച്ചയായിട്ടും അല്ലേ. അപ്പം എൻ്റെ ക്യാരക്ടർ വേറെയാണ്, വേറെ കണ്ടസ്റ്റന്റ് ക്യാരക്ടറൊക്കെ വേറെയാണ്. നിങ്ങൾക്കത് ഇപ്പോൾ ഈ ബിഗ് ബോസ് ഷോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഞാൻ ഡിഫറെൻ്റ് ആണ്. അല്ല, അതിനകത്ത് ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ കുറേ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അതുപോലെ തന്നെ ബോഡി ടച്ചിങ് പാടില്ല, ഈ അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ അസാൾട്ട് അതും ഒരിക്കലും പാടുന്നുള്ള കാര്യം, അതൊക്കെ എഗ്രിമെൻറ്റിൽ ഉണ്ടായിട്ടാണ് നമ്മളവിടെ കയറുന്നത്. പക്ഷേ ആ സമയത്ത് അതൊന്നും മനസ്സിൽ വരാതെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ ഷോർട്ട് ടെമ്പേർഡ് ആണോ? ഒരിക്കലും അല്ല.
എനിക്ക് മനസ്സിലായത്. എന്നെ പരമാവധി, അതായത് ഞാൻ ക്ഷമിക്കുന്നതിൻ്റെ ഭൂമിയോളം ക്ഷമിക്കും, പക്ഷേങ്കിൽ അതിനപ്പുറമൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. അതല്ല, ഒരു ഇൻസൾട്ടിങ്ങിൻ്റെ പരമാവധി നിങ്ങളത് കണ്ട ആ ഒരു ആക്ട് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ വഴക്കൂടിയിട്ടൊക്കെ ഉണ്ട് അവിടെ, ഇല്ലാന്നല്ല, പക്ഷേങ്കിൽ ഞാനത് പ്രോപ്പർ വേയിലായിരിക്കും വഴക്കൂടുന്നത്, അല്ലേ, ജെന്യൂൻ ആയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അഗ്രഷൻ ലെവൽ ഞാൻ കാണിക്കും, ഓപ്പോസിറ്റ് ആളും കാണിക്കും, പക്ഷേ ആ ഓപ്പോസിറ്റ് ആളിനെ ഒരു എന്തുവാ പറയുക, ഒരു ഇൻസൾട്ട് ചെയ്ത് ഒരു ചീള് കേസായിട്ട് കാണുന്ന രീതിയിലൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് ഒരു ആക്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ എല്ലാ കൺട്രോളും അവിടെ വെച്ച് കൈവിട്ട് പോയതാണ്. സോ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്, പക്ഷെ സംഭവിച്ചു പോയി. ആക്ച്വലി ഇപ്പം ആ ഇടിച്ചത് എന്തിനാണെന്നോ അല്ലെങ്കിൽ അത് നമ്മളത് ചെയ്തത് എന്തിനാണെന്നോ നമുക്ക് ഇപ്പോഴും ഇതുവരെ പിടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. എങ്കിൽ ചിലരുടെ വികാരമാണല്ലോ. ഇപ്പം ഞാൻ കേട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്വഭാവമായിരിക്കത്തില്ല നിങ്ങൾക്ക്, ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന തരത്തില്ല. പക്ഷെ അവിടെ അതൊന്നും കണ്ടില്ല. അവിടെ പറഞ്ഞത് തുടരാന്ന് പറയുന്നു, എന്താ കുണുവാവെന്ന് പറയുന്നു. ആ കുണുവാവ എന്നുള്ള വാക്ക് ഇപ്പോൾ ഇവിടെ ഫേമസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നു. പെട്ടെന്ന് ഒന്ന് താടി പിടിക്കുന്നു, എനിക്ക് തോളി തൊട്ടതിന് ശേഷം തോന്നുന്നു ഇടിക്കുന്നത്, അല്ലേ? അതെ, താടി പിടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ ബോഡി ടച്ച് ചെയ്യല്ല, അത് സിജോ കാണിച്ചത് മോശമാണ്. ടച്ച് ചെയ്യലെന്ന് പറയുന്നത് ടച്ച് ചെയ്തത്, പക്ഷെ അത് ഒരു മനുഷ്യൻ പറയാണ് ടച്ച് ചെയ്യാൻ പാടില്ല, ചെയ്താൽ ഞാൻ അടിക്കുന്നു പറയുകയും ചെയ്തു. ഉണ്ട് ഒരിക്കലും അത് പറയുന്നത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഒരു 5 പ്രാവശ്യത്തോളം പറഞ്ഞു. വേറൊരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിടത്തും പറയാത്തൊരു പോയിന്റാണ് ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോയിൽ ബിഹൈൻഡിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? ഇതിൻ്റെ ഒരു അഗ്രഷൻ ലെവൽ നമുക്കിപ്പം ഒരു 1 2 3 എന്നുള്ള സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 നെക്സ്റ്റ് 2 3 എന്നുള്ളത് ഫിസിക്കലിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമുക്ക് ഇൻസൈഡിൽ നിന്ന് നമ്മളെ തടയാൻ പറ്റും. ഇപ്പോൾ ബിഗ് ബോസിന് ഓക്കെ റോക്കി സിജോ നിർത്തുക, കൺഫെഷൻ റൂമിലോട്ട് വരിക, നമ്മൾ കോമൺലി കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും ബിഗ് ബോസ് ഇടപെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ പ്രോബ്ലത്തിൽ അതിൻ്റെ പീക്കിൽ പോയി അതിൻ്റെ അവസാനത്തെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കഴിഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു. സോ സൈക്കോളജി, പിന്നെ അതിനകത്തുള്ള ആളിൻ്റെ മാനസികാവസ്ഥ, ഇതെല്ലാം നമ്മളെക്കാളും നന്നായിട്ട് അതിനകത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ. അതെ, മാനസികാവസ്ഥ. സോ നമ്മൾ കാര്യം ചെയ്യാൻ പ്രോപ്പറായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 110% ഞാൻ പിന്നെ ഈ ഷോയ്ക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ജെന്യൂൻ ആയിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിന്നതാണ്. ഒരിക്കലും എൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് നാളെ ഒരു സമയത്ത് ഒരാൾ പറയല്ലോ റോക്കി വേറൊരു ആളിൻ്റെ അവസരം തുളച്ചാണ് അകത്ത് കയറിയെന്ന്. അതുകൊണ്ട് ബെസ്റ്റ് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, എല്ലാത്തിലും ബെസ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഡെഡിക്കേഷൻ ഞാൻ ഈ ഷോയിൽ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ 16 ദിവസം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ 16 ദിവസം ഞാൻ നിന്നതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഇത്രയും വലിയൊരു ചാനലിൽ നിന്ന് ഇപ്പോൾ എന്നെ വന്ന് ഈ സമയത്ത് ഇത്രയും നിങ്ങൾ തന്നെ പറഞ്ഞില്ല, ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് 16 ദിവസം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തത് ചെയ്തുകൊണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഒരാളെ ഇടിച്ചതിൻ്റെ പേരിൽ എന്തായാലും നമ്മൾ ഒരിക്കലും നമ്മളെ പ്രോത്സാഹിപ്പിക്കത്തില്ല.